ഫോട്ടോ എടുപ്പും സദ്യയെല്ലാം കഴിച്ച് നമ്മൾ നേരെ പയ്യൻ്റെ വീട്ടിലോട്ട് പോകുവാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഡ്യൂട്ടി ഞങ്ങൾക്കായിരുന്നു. ബാക്കി അവരെല്ലാവരും ബാക്കി പാട്ട് സെറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ഈവനിങ്ങിൻ്റെ ഫുഡിൻ്റെയും കാര്യത്തിനൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പം അതെല്ലാം റെഡിയാക്കി പിന്നെ അവരുടെ വീട്ടിലോട്ട് വരുന്ന റോഡ് ജംഗ്ഷനിൽ നിന്നായിരുന്നു ഇവരെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. അപ്പം മനുഷ്യനുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഇറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അവർ ഷോക്കായി പോയിട്ടോ. എല്ലാവർക്കും പണി കൊടുത്ത് ലാസ്റ്റ് സ്വന്തം കല്യാണത്തിന് പണി കിട്ടി. പക്ഷെ പുള്ളി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, എല്ലാവരും കല്യാണത്തിന് പണി കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അതിൽ കിടന്ന് തുള്ളുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒരുപോലെ ആ എൻജോയ് ചെയ്ത ടൈമായിരുന്നു കേട്ടോ. നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോഴത്തേക്കായിരിക്കും നമ്മളെല്ലാ ഫ്രണ്ട്സായാലും എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് കാണുന്നതും ആഘോഷിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ ആ സമയത്ത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ കല്യാണ വീഡിയോ ഞാൻ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഇത് മാത്രമല്ല കേട്ടോ, ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ഷോക്കാവുന്നത്. പയ്യനല്ല പെൺകുട്ടി ഷോക്കാവുന്നത്. അതുപോലത്തെ ഒരു എണ്ണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്കൻ്റെ പേരിൽ പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ. അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആവുന്നത്, ഞാൻ കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്ര ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലാവരും ആ ഫ്രണ്ട്ഷിപ്പ് ആ സ്നേഹം കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലോണം എല്ലാവരും എൻജോയ് ചെയ്തു. ഈവനിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും റിസപ്ഷൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എടുത്തായിരുന്നെങ്കിലും പക്ഷെ അത് വലിയ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു ഹർബറി ആയിരുന്നു ഈവനിങ്ങിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും ഡാൻസൊക്കെ കളിച്ച് കാവടി തുള്ളി വീട്ടിലോട്ടൊക്കെ വരുവാണ്. വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ആ വീഡിയോ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഫ്ലെക്സാണ്. ആ ഫ്ലെക്സിനകത്ത് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പെങ്കൊച്ച് വായിച്ചായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഷോക്കായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എൻ്റെ പേരും ഉണ്ട്, എൻ്റെ പേരുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്, ഒരുപാട് പേരുടെ പേര് ഓരോ ഇത് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടു. വിവാഹ മഹോത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുട്ടപ്പടി അന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അല്ലാതെ എഴുതി വെച്ചേക്കുന്നത് കേട്ട് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിക്കും. അങ്ങനെ നേരെ നമ്മളവരെ വീട്ടിൽ കൊണ്ടാക്കി. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ്. വൈകിട്ട് റിസപ്ഷന് വരണം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.